+1 മോഡൽ എക്സാം എത്തിയിരിക്കുകയാണ്. പൊളിറ്റിക്സ് നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. പൊളിറ്റിക്സിനെ പറ്റി ഒരു ടെൻഷനും വേണ്ട, ഒരു പേടിയും വേണ്ട, നമ്മൾ കൃത്യമായി പറഞ്ഞുതരും. പഠിക്കുക, പരീക്ഷ പോയി എഴുതുക. ഓക്കെ, അപ്പോൾ നാളത്തെ ചോദ്യ പേപ്പർ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. നിർബന്ധമായി നാളത്തെ ചോദ്യ പേപ്പറിൽ ചോദ്യങ്ങൾ കണ്ടിരിക്കുന്ന ഒരു സംശയം വേണ്ട. ആദ്യ ചോദ്യം പിടിച്ചു വെച്ചോ. ഇതാണ് ഫസ്റ്റ് ചോദ്യം. എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ധർമ്മങ്ങൾ, ചുമതലകൾ, ഫംഗ്ഷൻസ് ഇതാൻ വേണ്ടി ചോദിക്കും. കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോ. 5 മാർക്കിന് ചോദിക്കും, 4 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഈ ചോദ്യം പഠിച്ചു വെച്ചോ. ഇതിന് ആൻസറും കൊടുക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അലോ കോർഡിനേഷൻ ആൻഡ് അഷുറൻസ് സ്പെസിഫിക്കേഷൻ ഡിസിഷൻ മേക്കിംഗ് പവർ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പവർ ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ആസ്പിറേഷൻ ദ ഗോൾ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് ദ പീപ്പിൾ. ഇതന്നെ സാർ സ്പീഡ് പോകുന്ന മറ്റൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ലൈവ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മറന്നു വരുന്നത്. നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന എല്ലാ എക്സാമിന്റെയും ഷുവർ ക്വസ്റ്റ്യൻസും ലൈവ് സീരീസിന്റെ ഡിസ്കഷൻ നോട്ട്സ് ഒക്കെ കിട്ടുക ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ കമ്മ്യൂണിറ്റി ഈസ് മാൻഡേറ്ററി, ആരും അതിൽ ജോയിൻ ചെയ്യാതിരിക്കുക. ഓക്കെ, ഈ 5 ഫംഗ്ഷൻ പഠിച്ചു വെച്ചു. എക്സാമിന് എന്തായാലും നാളത്തെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യമായി ഇത് കാണാം. റെഡി? അടുത്ത ചോദ്യം. Complete the following chart. The classification of civil service. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട സിവിൽ സർവീസിന്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, സെൻട്രൽ സർവീസ് കൃത്യമായി പഠിച്ചു വെക്കുക. അത് മാത്രം പോലെ ഇതിന്റെ ഓരോ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാലോ. ഇപ്പോൾ ഓൾ ഇന്ത്യ സിവിൽ സർവീസിന്റെ എക്സാമ്പിൾ ആണ് ശരിക്കും IAS, IPS പോലത്തെ അല്ലേ. ഇപ്പോൾ സെൻട്രൽ സർവീസ് ആണെങ്കിൽ റെയിൽവേ ഉണ്ട്, സ്റ്റേറ്റ് സർവീസ് ആണെങ്കിൽ എന്താ, പിന്നെ നമുക്ക് അഗ്രികൾച്ചർ ഓഫീസർ, പോലീസ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ കൃത്യമായി ഇതിനെ പറ്റിയും നിങ്ങൾ പഠിച്ചിരിക്കണം. റെഡി? അടുത്ത് നോക്കാം. റൈറ്റ് എനി 3 ഡിസ്കഷണറി ഫംഗ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ രാഷ്ട്രപതിയുടെ ഏതെങ്കിലും വിവേചന അധികാരങ്ങളെ പറ്റി എഴുതാൻ വേണ്ടി ചോദിക്കും. നിർബന്ധമായി ചോദിക്കും. വിവേചന അധികാരങ്ങൾ എന്തായാലും നാളെ ചോദിക്കും. ഇത് 3 മാർക്കിന് ചോദ്യമാണ്. 4 മാർക്കിന് 5 മാർക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെ വിവേചന അധികാരം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പഠിച്ചു വെക്കുക. ഏതൊക്കെ രാഷ്ട്രീയ വിവേചന അധികാരങ്ങൾ? ഒന്നെന്താണ്, പ്രൈം മിനിസ്റ്റർ ഷുഡ് ഇൻഫോം ഓൾ ഇമ്പോർട്ടന്റ് മാറ്റേഴ്സ് ടു പ്രസിഡന്റ്. രാഷ്ട്രപതിയോട് പ്രധാനമന്ത്രി ഇതിന് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും രാഷ്ട്രപതിയുമായി ചർച്ച ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ എന്താണ്, വീറ്റോ പവർ ഉണ്ട്. പ്രസിഡന്റ് ആസ്ക് ദ റിപ്പോർട്ട് ഓഫ് പെർഫോമൻസ് ഓഫ് ഗവൺമെന്റ്. ആ രാജ്യത്തിനെ ഗവൺമെന്റ് ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ രാഷ്ട്രപതിക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ പ്രധാനമന്ത്രി അയച്ച രേഖകളോ ബില്ലുകളോ രാഷ്ട്രപതിക്ക് പുനഃപരിശോധിക്കാൻ അധികാരമുണ്ട്. അതുപോലെ എന്താണ്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധികാരം കിട്ടില്ല, അവിടെ ഭരിക്കാൻ അധികാരമുണ്ട്. അതുപോലെ പോക്കറ്റ് വീറ്റോ ഉണ്ട് അല്ലേ. ഒരു നിയമത്തെ എത്ര കാലം വേണമെങ്കിലും, അല്ലെങ്കിൽ ആ ബില്ലിനെ തന്റെ കീശയിൽ, തന്റെ മേശയിൽ എത്ര കാലം വേണമെങ്കിലും കീപ്പ് ചെയ്യാൻ അധികാരത്തെ വിളിക്കുന്നവരാണ് പോക്കറ്റ് വീറ്റോ അല്ലേ. ഇതൊക്കെ ആർക്കുണ്ട്? നമ്മുടെ രാഷ്ട്രപതിക്കുണ്ട്, പ്രസിഡന്റിനുണ്ട്. പഠിച്ചൊക്കെ എക്സാമിന് ചോദിക്കും. റെഡി? ഇനി എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്. നാളത്തെ എക്സാമിന്റെ എസ്സേ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോ. മൗലിക അവകാശങ്ങളാണ്. ആ മൗലിക അവകാശങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ മക്കൾ പഠിച്ചു വെച്ചു. 8 മാർക്ക് നാളെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൃത്യമായി എന്ത് ചെയ്യുക, ആർട്ടിക്കിൾ പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് റൈറ്റ് ഈക്വാലിറ്റി വരുന്നത്. ഫ്രീഡം പറഞ്ഞ 90 to 22 ആണ്. പിന്നെ റൈറ്റ് അഗൈൻ എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ് ആർട്ടിക്കിൾ 23ഉം 24ഉമാണ്. ഈ ആർട്ടിക്കിളിന്റെ എണ്ണം നിങ്ങൾ ഓർമ്മയിൽ വേണം. എത്ര മുതൽ ഇത്ര വരെ. എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽ ആയി നിങ്ങൾ താഴെ എഴുതി വെച്ചാൽ മാത്രമേ 8 മാർക്ക് കിട്ടുള്ളൂ. ഇത് മാത്രം എഴുതി വെച്ചാൽ 8 മാർക്ക് കിട്ടില്ല. ഇത് മാത്രം എഴുതി വെച്ചാൽ 5 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായി എന്ത് ചെയ്യണം, മുഴുവൻ മാർക്ക് കിട്ടണമെങ്കിൽ അത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ എഴുതി വെക്കണം. റെഡി? ഇനി അടുത്ത എക്സ്പ്ലെയിൻ ദ ഡിഫറൻറ്റ് സ്റ്റേജ് ഓഫ് ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇന്ത്യൻ പാർലമെന്റ് നമ്മൾ നിയമം രൂപീകരിക്കുന്ന ആ സ്റ്റേജുകളെല്ലാം ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് കൃത്യമായി പഠിച്ചു വെച്ചോ. ആ ഓരോ ഘട്ടങ്ങളും പഠിച്ചു വെച്ചോ. ആദ്യം ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ് അല്ലേ. 1ാം വായന, 2ാം വായന, 3ാം വായന, ഇതിനിടയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കമ്മിറ്റി ഘട്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചോ. എക്സാമിന് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടാണ് നിഹാൽ പെർസ്പെക്റ്റീവ്. നേരെ നിഹാൽ പെർസ്പെക്റ്റീവിലെ പോലും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞാൻ അവിടെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ നിഹാൽ പെർസ്പെക്റ്റീവിലും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വേഗം അങ്ങോട്ട് പോലും നമുക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്, ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇതൊക്കെ വരാൻ വേണ്ടി പോകുന്ന കമ്മ്യൂണിറ്റിയാണ്. നിർബന്ധമായും ജോയിൻ ചെയ്ത് രണ്ടാമത്തെ കാര്യങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. ആൻഡ് ബേസിക്കലി നിങ്ങൾ പഠിച്ചതേ നാളെ പരീക്ഷയ്ക്ക് വരൂ. പോസിറ്റീവ് ആയിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. നാളത്തെ പരീക്ഷ നിങ്ങൾക്കുള്ളതാണ്.